RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇൻവേർട്ടർ സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിലുള്ള PCBയിൽ ഉള്ള ചില കമ്പോണൻസ് ചെക്ക് ചെയ്യുന്ന രീതിയാണ്. ഇതൊരു LG 1.5 ടൺ ഇൻവേർട്ടർ സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിലുള്ള സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് എങ്ങനെ ഒരു ക്ലാമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഇനി ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇലക്ട്രോണിക് ക്ലാമീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോബ് ഈ സ്പീക്കറിൻ്റെ പൊസിഷനിൽ ഇടുക. ഇത് കണ്ടിന്യൂറ്റി പൊസിഷനിലാണ്. അതിനുശേഷം ഈ രണ്ട് പ്രോബുകൾ വെച്ചിട്ടാണ് നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ബോർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിലെ ഫ്യൂസാണ്. അപ്പം ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്യൂസ് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഓവർലോഡ് അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള ഫ്യൂസ് അത് കത്തിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ കണ്ടിന്യൂറ്റി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്യൂസ് വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കിവിടെയുള്ള മറ്റ് കമ്പോണൻസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ MOV എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റർ എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിന് 2 ലെഗുകളാണ് ഉള്ളത്. അപ്പോൾ ആ 2 ലെഗുകളിൽ നമുക്ക് ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ടിലും കണ്ടിന്യൂറ്റി കാണിക്കില്ല. ഓക്കെ, അതിൽ നല്ല വേരിസ്റ്റർ ആണെങ്കിൽ അതിൽ കണ്ടിന്യൂറ്റി ഇതുപോലെ കാണിക്കില്ല. അപ്പോൾ ഇതിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. കാണിക്കുന്നുണ്ടെങ്കിൽ അത് സൗണ്ട് കേൾക്കുന്നതാണ്. ഇനി ഈ കാണുന്നത് റെസിസ്റ്ററാണ്. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ ഈ കാണിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ റെസിസ്റ്റർ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെയുള്ള എല്ലാ റെസിസ്റ്ററും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഇതൊരു ബോക്സ് ടൈപ്പ് കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററും നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഈ കണ്ടിന്യൂറ്റി വെച്ച് തന്നെ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ കപ്പാസിറ്ററിൻ്റെ 2 പോയിന്റുകൾ. ഇതാണ് ആ കപ്പാസിറ്ററിൻ്റെ 2 പോയിന്റുകൾ. അപ്പോൾ നല്ല കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ ഒരിക്കലും കണ്ടിന്യൂറ്റി കാണിക്കില്ല. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുണ്ടോ, അതിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ ഈ ബോക്സ് ടൈപ്പ് കപ്പാസിറ്റർ നല്ലതാണ്. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റർ നമുക്ക് അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ കപ്പാസിറ്റർ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ അത് നല്ലതാണ്. ഇനി ഇവിടെ ഉള്ളത് ഇതിനെ നമ്മൾ ലൈൻ ഫിൽറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ കോമൺ മോഡ് ഫിൽറ്റർ എന്ന് പറയും. അപ്പോൾ ഇതിനുള്ളിൽ 2 കോയിലുണ്ട്. ഈ കോയിലെന്ന് പറഞ്ഞാൽ ന്യൂട്രലിൻ്റെ സൈഡിലുള്ള കോയിലും ഈ കോയിലെന്ന് പറഞ്ഞാൽ ഫേസിൻ്റെ സൈഡിലുള്ള കോയിലുമാണ്. അപ്പോൾ ഇവിടെ 2 കോയിലായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. ഇത് ന്യൂട്രലിൻ്റെ കോയിലും ഇത് ഫേസിൻ്റെ കോയിലുമാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി നോക്കാം. അപ്പോൾ ആ ഫിൽറ്റർ കോയിലുകൾ നല്ലതാണെങ്കിൽ ആ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കോയിൽ നല്ലതാണ്. ഇത് ഫേസിൻ്റെ കോയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ന്യൂട്രലിൻ്റെ കോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ന്യൂട്രലിൻ്റെ കോയിലും അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ PTC ആണ്. PTC എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്നാണ് അർത്ഥം. അപ്പം ഈ മൊഡ്യൂള് നമുക്കിതുപോലെ ഇതിന് 2 പോയിന്റുകളാണുള്ളത്. ഈ 2 പോയിന്റിലെ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ PTC നമുക്ക് നല്ലതാണോ നോക്കാൻ വേണ്ടി അതിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേനും നല്ല റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ PTCയുടെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ കോണ്ടാക്റ്റ് പോയിന്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഈ കാണിക്കുന്നത് PTCയുടെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ PTC മൊഡ്യൂൾ നല്ലതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഉണ്ട്.
അപ്പോൾ ഈ ട്രാൻസ്ഫോമർ നല്ലതാണോ എന്ന് നമുക്ക് ഇതിൻ്റെ കോയിലുകൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈമറിയിൽ ഇതാണ് അതിൻ്റെ പ്രൈമറി സൈഡ്. പ്രൈമറി ഇവിടെ 3 പോയിന്റുകളും സെക്കൻഡറിയിൽ 4 പോയിന്റുകളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ കോയിലിൻ്റെയും കണ്ടിന്യൂറ്റിയാണ് നമുക്കതിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് മുമ്പേ പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ. അപ്പോൾ ഈ 2 പോയിന്റിൽ നമുക്ക് വെച്ച് നോക്കാം. അതിൽ ഈ കോയിൽ നല്ലതാണെങ്കിൽ അപ്പോൾ അതിൽ റീഡിങ് കാണിക്കുന്നുണ്ട്. അത് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഓക്കെ, അത് ഓൾമോസ്റ്റ് 0 ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈമറി സൈഡ് നല്ലതാണ്. ഇനി നമുക്ക് സെക്കൻഡറിയിൽ 2 കോയിലുണ്ട്. അപ്പോൾ ഇതൊരു കോയിലാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെയും റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കോയിൽ നല്ലതാണ്. ഇനി ഇവിടെ മറ്റൊരു കോയിലുണ്ട്, ഇത് നമുക്ക് നോക്കാം. അപ്പോൾ അതിലും റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കോയിൽ നല്ലതാണ്. ഇങ്ങനെ നമുക്ക് സപ്ലൈ ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടിന്യൂറ്റി വെച്ച് തന്നെ നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഇവിടെയുള്ള ഈ ഡയോഡാണ്. അപ്പോൾ ഇതിനെ നമ്മൾ PN ജംഗ്ഷൻ ഡയോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ സൈഡിൽ പോസിറ്റീവും ഈ സൈഡിൽ നമ്മൾ നെഗറ്റീവും കൊടുത്താൽ മാത്രമേ ഡയോഡ് കണ്ടിന്യൂറ്റി കാണിക്കത്തുള്ളൂ. ഈ കോം എന്ന് പറയുന്ന ഈ പോയിന്റ് നമ്മൾ നെഗറ്റീവിലേക്കും B എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് പോസിറ്റീവിലേക്കും കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡയോഡ് നല്ലതാണെങ്കിൽ ആ സമയത്ത് നമുക്ക് റീഡിങ് എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ കോം എന്ന് പറയുന്ന ഭാഗം നമ്മൾ നെഗറ്റീവിൽ വെച്ചു, മറ്റേ സൈഡ് നമ്മൾ പോസിറ്റീവിൽ വെച്ചു. അപ്പോൾ ഇത് ഫോർവേഡ് ബയസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവുമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ വാല്യൂ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഡയോഡ് നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ റിലേ കോയിൽ DC 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു റിലേ ആണ്. അപ്പോൾ ഇതിൻ്റെ കോയിൽ നല്ലതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കോയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 20K റെസിസ്റ്റൻസ് റേഞ്ചിലിട്ടിട്ട് അതിൽ എന്തെങ്കിലും റെസിസ്റ്റൻസ് വാല്യൂ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ 20K റെസിസ്റ്റൻസ് മോഡിലേക്ക് ഇതിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ കോയിലിലെ വാല്യൂ നോക്കുക. ഇപ്പോൾ ആ കോയിലിൻ്റെ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇതിനകത്തുള്ള കോയിലിന് ബ്രേക്ക് ഒന്നും വന്നിട്ടില്ല, ഇത് നല്ലതാണെന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റിലേ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടൻസറിൻ്റെ ഫാനിന് ഒരു റിലേ ഉണ്ട്. ഈ റിലേയും നമുക്ക് ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ റിലേയുടെ എല്ലാം കോയിലുകൾ ഇവിടെയാണ് വരുന്നത്. ഈ സൈഡിലാണ് അതിൻ്റെ കോയിൽ വരുന്നത്, ഈ 2 സൈഡിലാണ് അതിൻ്റെ കോയിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് കണ്ടിന്യൂറ്റി വാല്യൂ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ കോയിൽ നല്ലതാണെന്നാണ്. ഇനി അടുത്തത് കപ്പാസിറ്ററാണ്. ഈ കപ്പാസിറ്റർ നമുക്ക് ശരിക്കും ഈ മൾട്ടിമീറ്റർ വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് അനലോഗ് മൾട്ടിമീറ്റർ, അതായത് സൂചിയുള്ള ടൈപ്പ് മൾട്ടിമീറ്ററാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് അത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് 20K റെസിസ്റ്റൻസിൻ്റെ അകത്ത് ഇടുക. അത് കഴിഞ്ഞിട്ട് ഈ പോയിന്റ് ഈ പ്രോബ് നമ്മൾ പോസിറ്റീവ് സൈഡും ഈ പ്രോബ് നമ്മൾ നെഗറ്റീവ് സൈഡിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഈ ലൈൻ വരുന്ന സൈഡാണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ്, അപ്പുറത്തെ സൈഡ് അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. അപ്പം ഇത് നെഗറ്റീവ് സൈഡും ഇത് പോസിറ്റീവ് സൈഡുമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഡിജിറ്റൽ ക്ലാമീറ്റർ വെച്ചിട്ട് ഈ കപ്പാസിറ്റർ നല്ലതാണോ എന്ന് എങ്ങനെ നോക്കുന്നത് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ക്ലാമീറ്റർ റെസിസ്റ്റൻസ് മോഡിലിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നല്ല കപ്പാസിറ്റർ ആണെങ്കിൽ ആദ്യം ഒരു റെസിസ്റ്റൻസ് വാല്യൂ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ 1 കാണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടാവും. അപ്പോൾ അതിൽ 1 കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കപ്പാസിറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലതാണോ എന്ന് നോക്കാം. അപ്പോൾ അതിലും ആദ്യം റെസിസ്റ്റൻസ് വാല്യൂ കാണിച്ചതിന് ശേഷം വീണ്ടും 1 എന്ന് കാണിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഈ മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക.
അപ്പോൾ റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.